മയ്യഴിപ്പുഴയുടെ തീരത്ത് നിൽക്കുമ്പോൾ ഒരു കലാകാരനെ കൂടി ഞാൻ പരിചയപ്പെടുത്താം. ഷൈൻ വെങ്കിടങ്ങ്, അറുമുഖം വെങ്കിടങ്ങിന്റെ മകനാണ് അല്ലെ. അറുമുഖം വെങ്കിടങ്ങ് എന്ന് പറഞ്ഞാൽ കലാഭവൻ മണിയുടെ പാട്ടുകൾ എഴുതി, അങ്ങനെ കലാഭവൻ മണി പല സ്ഥലത്തും ആ പേരൊന്നും പറഞ്ഞ് കേട്ടിട്ടില്ല നമ്മൾ. പക്ഷേ അത് പാട്ടുകൾ എഴുതിയിരിക്കുന്നത് ഈ അറുമുഖം വെങ്കിടങ്ങാണ് എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. 200-ലധികം പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. നമ്മൾ മയ്യഴിപ്പുഴയുടെ തീരത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. തൊട്ടപ്പുറത്തെ കടൽ കാണാം. മനോഹരമായ സ്ഥലമാണ് ഈ റിവർ സൈഡ് വാക്ക് വേ എന്ന് പറയുന്നത്. മാഹിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഷൈൻ വെങ്കിടങ്ങിന്റെ ഒരു വരി പാട്ട് നമുക്കൊന്ന് കേട്ടിട്ടൊരു ബ്രേക്കിന് പോകും. അതിനുശേഷം ഷൈൻ കൂടുതൽ പാട്ടുകൾ നമുക്ക് പാടും. അപ്പൊ ഷൈൻ, നമുക്ക് മയ്യഴിപ്പുഴയുടെ തീരത്തല്ലേ മയ്യഴിപ്പുഴയൊഴുകി തൃക്കാൽ ചിലമ്പുകിലുങ്ങി പളുങ്കു കൽപ്പടവിൽ പാടി കൂവരൻ കിളി. അതാണ് അറുമുഖം വെങ്കിടങ്ങ്. നമ്മുടെ കലാഭവൻ മണിയുടെ മിക്കവാറും സൂപ്പർ ഹിറ്റായ എല്ലാ പാട്ടുകളും എഴുതിയത് അറുമുഖം വെങ്കിടങ്ങാണ്. പക്ഷെ അത് പലരും വിചാരിക്കുന്നത് കലാഭവൻ മണി തന്നെ സ്വന്തമായിട്ട് എഴുതിയെന്നാണ് അല്ലേ. അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. അന്ന് മീഡിയാസ് ലെവലില്ലല്ലോ. സാറൊക്കെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരുമ്പോൾ നമുക്ക് പറയുന്നത് ഇടങ്ങൾ കിട്ടുന്നു അപ്പൊ പറയും. അതായത് കലാഭവൻ മണി പാടിയ മിക്കവാറും സൂപ്പർ ഹിറ്റ് ഏതൊക്കെ പാട്ടുകൾ? പകൽ മുഴുവൻ പണിയെടുത്ത് ചാലക്കുടി ചന്തയ്ക്ക് വരുത്തിന്റെ ഒപ്പം ഞാൻ കുടിക്കണ കഞ്ഞിയിൽ കുട്ടേട്ട കുട്ടപ്പഞ്ചേട്ടൻ മേലൂർ ഷാപ്പിൽ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ 200-ലധികം പാട്ടുകൾ. 200-ലധികം പാട്ടുകളും കലാഭവൻ മണി പാട്ടുപാടി ഹിറ്റാക്കിയത് ഇദ്ദേഹത്തിന്റെ അച്ഛൻ എഴുതിയ അറുമുഖം വെങ്കിടങ്ങ് എഴുതിയ വരികളാണ്. അറുമുഖം വെങ്കിടങ്ങ് മരിച്ചു. അദ്ദേഹം എന്തായിരുന്നു? കൂലിപ്പണിയായിരുന്നു. കരിങ്കൽ പണിയായിരുന്നു. തൃശ്ശൂർ ജില്ലയിൽ വെങ്കിടങ്ങ് എന്ന് പറയുന്നതാണ് ഞങ്ങളുടെ. അപ്പൊ ഈ കലാഭവൻ മണി എങ്ങനെ പരിചയപ്പെടുന്നത്? അത് പിന്നെ മണിച്ചേട്ടന്റെ പാട്ട് ഇറങ്ങിയ സമയത്ത് അച്ഛൻ നാടകങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയം അച്ഛൻ അതൊരു പാട്ട് ഇറക്കി കല്ലേമാല ലോലാക്കും എന്ന് പറഞ്ഞിട്ട് ആ പാട്ട് മണിച്ചേട്ടൻ കേട്ടു. അന്ന് മണിച്ചേട്ടൻ ഫസ്റ്റ് കാസറ്റ് ഇറങ്ങി തുഷിമക്കുന്താരോ അങ്ങനെ അതൊരു കണക്ഷനായി. ആ പാട്ട് എഴുതിയ ആളെ ശ്രദ്ധിച്ച് അങ്ങനെ കൂട്ടുകാർ വീട്ടിൽ വന്നു. അങ്ങനെയാണ് ഫസ്റ്റ് പാട്ടുകൾ എഴുതി. ഫസ്റ്റ് പാട്ട് എഴുതുന്ന ആക്രാന്തം കേട്ടന്റെ വിളമ്പിത്തരം എന്ന് പറയുന്ന കാസറ്റിൽ പകൽ മുഴുവൻ പണിയെടുത്തെന്ന് പറയുന്നത്. ഏത് പാട്ടാ ഇപ്പൊ പാടാൻ പോകുന്നത് ഷൈൻ വെങ്കിടങ്ങ്? ഇപ്പൊ അച്ഛൻ്റെ ഏതായാലും ഒരു പാട്ടുണ്ട് പാടാം. നാടൻപാട്ട് പാടാം. നട്ടുച്ച നേരത്തെ നട്ടം തിരിഞ്ഞ് നടക്കണ കണ്ടപ്പോ പോണൂരും വരുന്നോരും നോക്കണ് പാരയ്ക്കും പോരിനത് പോരെ കുണ്ടനേടൊഴില് നിക്കണതെന്തിന വീടും കുടിയില്ലേ തള്ളക്കോഴും കുട്ടികളും കൂടി കുറുങ്ങണ പോലൊരു വർത്താനം നട്ടുച്ച നേരത്ത് നട്ടം തിരിഞ്ഞ് നടക്കണ കണ്ടപ്പോൾ പോണൂരും വരുന്നോരും നോക്കണ് പാരയ്ക്കും പോരിനത് പോരെ കുണ്ടനേടൊഴില് നിക്കണതെന്തിന വീടും കുടിയില്ലേ തള്ളക്കോഴും കുട്ടികളും കൂടി കുറുങ്ങണ പോലൊരു വർത്താനം. ഞാനൊരു ചോദ്യം സാറിനോട് ചോദിക്കാം. കുണ്ടനടൊഴി എന്താ? കുണ്ടനടൊഴി അതെനിക്കറിയില്ല. കുണ്ടനടൊഴി എന്ന് പറഞ്ഞാൽ ചെറിയ ഇടവഴി അല്ല. ഈ കല്ലും അതുപോലെ ഒരുപാട് ഇതുള്ള ചെറിയ നടന്നു പോകുന്ന ഇടവഴികള് കട്ടയും കല്ലും. ഔവ എന്ന് പറഞ്ഞാൽ എന്താ? ഔവ അമ്മ. ഇന്താന്ന് പറഞ്ഞാൽ എന്താ? അച്ഛൻ. ഇങ്ങനെ ഒരുപാട് പദങ്ങൾ അച്ഛൻ പാട്ടുകളിൽ എഴുതിയിട്ടുണ്ട്. കാര്യം കൂരിയും കരഞ്ഞു തുടങ്ങി പൂവാന്നവ പുറക്കിലേക്ക് അങ്ങനെ ഒരുപാട് ഈ ആ അച്ഛന്റെ ചെറുപ്പത്തിലുള്ള ഒരുപാട് പദങ്ങൾ അച്ഛന്റെ പാട്ടുകളിൽ. അതെ അതെ അതെ. അത് പലതും ബുക്കിലൊന്നും ഉണ്ടാവില്ല. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ കുളിരും രാവിൽ രാപ്പാർത്തിരുന്നോ രജപാലകർ ദേവനാദം കേട്ടു ആമോദരായി വർണ്ണരാജികൾ വിടരും വാനിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും വാനിൽ താരക രാജകുമാരിയോട് തന്ന് തിങ്കൾ കലപാടി ഗ്ലോറിയ അന്ന് തിങ്കൾ കലപാടി ഗ്ലോറിയ അന്ന് തിങ്കൾ കലപാടി ഗ്ലോറിയ അന്ന് തിങ്കൾ കലപാടി ഗ്ലോറിയ.